തബാറക്ക സൂറത്ത് എല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്താണല്ലോ. ഇത് ഓതുന്നത് പതിവാക്കുന്നതിൽ വളരെ നേട്ടം ലഭിക്കുന്നതാണ്. ഖബറിനുള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ കാൽപാദത്തിന്റെ പരിസരത്തുകൂടി അള്ളാഹുവിന്റെ ശിക്ഷകൾ വരുമ്പോൾ പാദങ്ങൾ പറയുമെന്നാണ്. എൻ്റെ അരികിലൂടെ വരാൻ കഴിയില്ല, കാരണം ഇദ്ദേഹം സൂറത്തുൽ മുൽക്ക് ഓതിയ വ്യക്തിയാണ്. പിന്നെ നെഞ്ചിൻ്റെയോ വയറിൻ്റെയോ ഭാഗത്തുകൂടെ ശിക്ഷകൾ വരുമ്പോൾ ഇതിലൂടെ വരുവാൻ നിനക്ക് സാധിക്കില്ല, കാരണം ഇദ്ദേഹം സൂറത്തുൽ മുൽക്ക് ഓതിയിരുന്ന ആളാണെന്ന് പറയും. പിന്നെ ശിരസിൻ്റെ ഭാഗത്തുകൂടെ ശിക്ഷ വരുമ്പോൾ എൻ്റെ ഭാഗത്തുകൂടിയും വരാൻ നിനക്ക് സാധിക്കില്ല, കാരണം ഇദ്ദേഹം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളായിരുന്നു എന്ന് ശിരസ്സും പ്രതികരിക്കുമെന്നാണ്. മാഷാ അല്ലാഹ്, ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് ഖബറിലെ ശിക്ഷയെ ഇത് തടയുന്നതാണ്. അതേപ്രകാരം ആരെങ്കിലും ഒരു രാത്രി ഇത് പാരായണം ചെയ്താൽ ആ വ്യക്തിക്ക് ധാരാളം പ്രതിഫലം നേടാവുന്നതാണ്. ഖുർആനിൽ 30 വാക്യങ്ങൾ മാത്രമുള്ള ഒരു സൂറത്തുണ്ട്, അതാണ് സൂറത്തുൽ മുൽക്ക്. അത് ഓതുന്ന വ്യക്തിക്ക് വേണ്ടി അത് വാദിച്ചു കൊണ്ടേയിരിക്കും ആ വ്യക്തി സ്വർഗത്തിലെത്തുവോളം. അതാണ് തബാറക്ക സൂറത്ത്. യാസീൻ സൂറത്തിന്റെ പൊരുളുകൾ ഉള്ളത് അതിൻ്റെ ഒടുക്കത്തിലാണെങ്കിൽ സൂറത്തുൽ മുൽക്കിന്റെ പൊരുളുകൾ അതിൻ്റെ തുടക്കത്തിലാണ്. ഏതെങ്കിലും വ്യക്തി സൂറത്തുൽ മുൽക്ക് ഓതൽ പതിവാക്കുകയാണ് എങ്കിൽ ആ സൂറത്തിൽ വിവരിച്ച നല്ല ഗുണങ്ങളെല്ലാം ആ വ്യക്തിയിൽ വന്നു ചേരുമെന്നാണ്. പിന്നെ ഉയർന്ന പദവി ലഭിക്കും, സമ്പത്ത് ലഭിക്കും, അധികാരങ്ങൾ കൈവരും. എല്ലാവരും ഇത് പാരായണം ചെയ്യുന്ന വ്യക്തിയെ പ്രിയം വെക്കുകയും ചെയ്യും. ഈ സൂറത്ത് കാണാതെ പഠിക്കാനും നിർദ്ദേശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം, തബാറക്ക എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിൽ ഉണ്ടാവാൻ ഞാൻ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. ദിവസേന ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഒരു ഫിത്നയും ആ വ്യക്തിയെ ബാധിക്കുകയില്ല എന്ന് ഖുർത്തുബി പറയുന്നുണ്ട്. ഈ സൂറത്ത് പതിവായി ഓതുന്നവർക്കുള്ള നേട്ടങ്ങൾ പലതാണ്. ഖബറിന്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം, പാപമോചനത്തിന് വഴിയൊരുക്കുന്നു, സ്വർഗത്തിലെത്തും വരെ ഓതുന്ന വ്യക്തിക്ക് വേണ്ടി വാദിക്കുന്നു, നാശങ്ങൾ വരുന്നതല്ല.